ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഓഫീസിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണെങ്കിലും അവനെ മാർഗഴി വിളിക്കുന്നുണ്ട്. മാർഗഴി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹലോ മിസ്റ്റർ ഗോവിന്ദ്, നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമുണ്ടല്ലേ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആ ഉണ്ട്, എന്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാർഗഴി പറയുന്നുണ്ട്, അത് ചിലരൊക്കെ ചേർന്ന് കച്ചവടമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഹലോ നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അതിപ്പോൾ തൽക്കാലം നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന ഒരു അജ്ഞാതയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഓ വെൽ വിഷർ. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്, എന്നാൽ അത് തന്നെയാണെന്ന് മാർഗഴി പറയുന്നുണ്ട്. പിന്നെ ഓക്കെ മിസ്റ്റർ ഗോവിന്ദ്, ഐ ആം കട്ട് എന്ന് പറഞ്ഞിട്ട് മാർഗഴി കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഇന്ന് ഗീതുവിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്, ഞാൻ അവൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ച നമ്പറിലോട്ട് തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവൾ അതിഥി തൊഴിലാളികളുടെ ഫോൺ വാങ്ങിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്, ആ നമ്പറിലാണ് നമ്മളെ വിളിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. ആ അതിഥി തൊഴിലാളിയാണെങ്കിലോ അവളെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇന്നും അതുപോലെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഗീതുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, ഇതൊക്കെ അത്ര കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ല ഗീതു, എന്നിട്ട് അവൾ പറഞ്ഞ പോലെ എനിക്ക് അവൾ ഡോക്യുമെൻറ്റ്സ് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അതാണ് നിനക്ക് കാണിച്ചെന്ന എവിഡൻസ്, അത് ശരിക്കുള്ളതായിരുന്നില്ലേ? അപ്പോൾ അവൾ മെയിൽ അയച്ച വഴി കണ്ടിട്ടൊന്ന് ട്രാക്ക് ചെയ്യായിരുന്നില്ലേ എന്ന് ഗീതു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, അതും ശ്രമിച്ചു. എന്നിട്ട് അതൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ മെയിൽ വഴിയാണ് അവൾ എനിക്ക് അയച്ചത്. അവിടെയാണെങ്കിൽ CCTV ഒന്നും ഇല്ല ഇനിയും. അപ്പോൾ എനിക്ക് ആ കുട്ടീനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവരും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവരിതിനു മുന്നേ അവളെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അടുത്തും പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ആർക്കും അറിയില്ല, അതുകൊണ്ട് നമുക്കും അറിയാൻ കഴിയുന്നില്ല ഗീതു ആരാ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ്. പിന്നെ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, ആ കമ്പ്യൂട്ടർ സെൻറ്ററുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടിക്ക് ടെക്നോളജിയുമായി വലിയ ബന്ധമൊന്നുമില്ല എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ആ കുട്ടി ചിലപ്പോൾ ഓവർ ബുദ്ധി കാണിച്ചിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാവും അങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, അല്ലല്ല, ആ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പിന്നെ ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല, നമ്മുടെ വെൽവിഷറല്ലേ, നമുക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയുന്നത് എന്തിനാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നം ഇപ്പോൾ അവളല്ല, നമ്മുടെ പ്രശ്നം ഇപ്പോൾ നമ്മുടെ ശത്രുക്കളാണ്, നമുക്ക് ആരാ അവരെന്ന് ആദ്യം അറിയാൻ പറ്റണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾക്ക് നമ്മളെ നന്നായി അറിയാം. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ കണ്ണേട്ടനറിയാം അവൾക്ക് നമ്മളെ നന്നായി അറിയാമെന്ന്, കണ്ണേട്ടൻ എങ്ങനെ അറിയാമോ ചോദിച്ചു. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾ നിന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ, നീ ഒരു അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, ധിക്കാരിയാണ് എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് അവൾക്ക് നിന്നെ നന്നായി അറിയാം ഗീതു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾ വേറൊരു കാര്യം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, നിൻ്റെ പല്ല് കുഴപ്പമാണെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഗീതു പറഞ്ഞു, അവളുടെ പല്ലിനാണ് കുഴപ്പം, ആ അഹങ്കാരി അത് എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, എൻ്റെ പല്ല് മൊത്തം മുടമ്പല്ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വായ മൊത്തം പല്ലാണെന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ടല്ല, ഒരു ചമ്മൽ പോലെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല കണ്ണേട്ട, ആ വൃത്തികെട്ടവൾ എന്നെ ഉണ്ടക്കണ്ണീന്നും യക്ഷീന്നും ഞാഞ്ഞൂളേന്നൊക്കെ വിളിച്ചു എന്ന് ഗീതു ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗോവിന്ദിൻ്റെ അടുത്ത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾ നിൻ്റെ ഫോട്ടോ മുന്നിൽ വെച്ചിട്ടാവും ഗീതു സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയെ ഏതോ ഒരുത്തെ ചീത്ത വിളിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ നിങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്കറിയാം ഗീതു, അവൾക്കുള്ള മറുപടി നീ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എങ്ങനെ പറയാനാ കണ്ണേട്ടാ, ഞാൻ വിചാരിച്ചു അത് രേഖേച്ചിയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും അവളെ പറഞ്ഞില്ല, വേറെ ഒരുത്തിയാന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ചീത്ത വിളി കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു എന്നൊക്കെ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, വിട്, ഇപ്പം എന്തായാലും പോട്ടെ, ഞാൻ ഒരു ദിവസം അവളെ എന്തായാലും നിൻ്റെ മുന്നിൽ കൊടുന്ന് നിർത്തും, അപ്പോൾ നിനക്ക് അവളെ മതിയാവോളം ചീത്ത വിളിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, സത്യമായിട്ടും ഞാൻ കൊടുന്ന് നിർത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീത ചോദിക്കുന്നത്, സത്യമാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേടോ എന്ന് പറയുന്നുണ്ട് ഗോവിന്ദ്. പിന്നെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൾ ശത്രുവല്ല ഗീതു, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മിത്രമാണ്, കാരണം അവൾ എൻ്റെ അപകടം ജീവിതത്തിലാണ്, എന്നിട്ട് ആ കേസ് നിൻ്റെ തലയിൽ കെട്ടിവെച്ച് നിന്നെ കൊടുക്കാനാണ് പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട്, മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഏറ്റവും വേണ്ടപ്പെട്ട മിത്രമാണ് ഗീതു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ.
പിന്നെ രാധികാമ്മയും വരുണും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രാധികാമ്മ പറയുന്നുണ്ട്, പണ്ടൊക്കെ എന്തൊരു കഷ്ടമായത്, പണ്ടൊക്കെ ഗോവിന്ദൻ്റെ മുറിയിൽ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവനോട് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ അവൻ മുറിയിൽ നിന്ന് വരുന്നത് കാത്തിരിക്കണം എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അതായി അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇപ്പോൾ മുറിയിൽ നിന്ന് വരുമ്പോഴെങ്കിലും സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, ഇനി കുറച്ചും കൂടി അവസ്ഥ വഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലോ അവരെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോവുമായിരുന്നു. അപ്പോൾ രാധികാമ്മ കണ്ണാന്ന് വിളിച്ചു. അപ്പോൾ ഗോവിന്ദൻ നിന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്ന രാധികാമ്മ പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? വിജയലക്ഷ്മിയെ കൊണ്ട് മാധവേട്ടൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് പ്രതിജ്ഞ എടുപ്പിച്ചു എന്നൊക്കെ കേട്ടതിൽ പിന്നെ നീ എന്നെയും വരുണിനെയും അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ, എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാധികാമ്മ. പിന്നെ രാധികാമ്മ പറയുന്നുണ്ട്, അതൊന്നും വിശ്വസിക്കരുത് കണ്ണാ, അതൊക്കെ ഗീതുവും വിജയലക്ഷ്മിയും കൂടി നിന്നോട് കള്ളം പറയുകയാണ്, അതൊന്നും വിശ്വസിക്കരുത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കണ്ണാ. നിനക്ക് ഇതൊക്കെ കേട്ടിട്ട് ഗോവിന്ദ് ഒന്നും പറയുന്നില്ല. എന്നിട്ട് രാധികാമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലെങ്കിൽ ഞാനും വരുണും ഈ വീട് വിട്ടിട്ട് ഇപ്പം തന്നെ പോവാൻ റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവിന്ദാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയില്ല, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളെ അടിച്ചിറക്കാത്തത് നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ രാധികാമ്മ പറയുന്നുണ്ട്, ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണ, ഞാനെങ്ങാനും സൂയിസൈഡ് ചെയ്താൽ നിൻ്റെ ഭാര്യയും അമ്മയും ആകും കുറ്റക്കാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലേ രാധികാമ്മേ, പിന്നെ തുമ്മിയ തെറിക്കുന്ന മൂക്കാണ് തെറിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വരുൺ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. വരുൺ രാധികാമ്മയെ മാറ്റിയിട്ട് ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങൾ അമ്മ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ദേഷ്യം വന്ന ഗോവിന്ദ് വരുണിൻ്റെ കഴുത്ത് കയറി പിടിക്കുന്നുണ്ട്. കഴുത്ത് കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, കുറേ സത്യങ്ങളൊക്കെ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ അമ്മയെന്ന് വിളിച്ചതല്ലേ എന്നുള്ള ഒരു പരിഗണന കൊടുത്തിട്ട് ഞാൻ രാധികാമ്മയെ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ അതെല്ലാം കൂടി നിനക്ക് നല്ല രീതിക്ക് ഞാൻ പണി തരും വരുണേ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഗീത ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വരുണിനോട് പറഞ്ഞ ശേഷം ഗോവിന്ദ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗീതു അവിടേക്ക് വരുന്നുണ്ട്. ഗീതു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കണ്ണേട്ടൻ ഒരുക്കിയിട്ടുണ്ട്, അതിൽ കൂടുതൽ രണ്ടുപേരും ഒന്നും പ്രതീക്ഷിക്കരുത്, അതാ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട, എനിക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും ഗോവിന്ദനും ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി മിസ്റ്റർ സത്യദാസ് ഈ വീട്ടിലോട്ട് വരും, അന്ന് വന്നിട്ട് അനാർക്കലിയുടെ മകൾ എവിടെയാണെന്നുള്ള സത്യം ഗോവിന്ദിനെ അറിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രാധികാമ്മ. അപ്പോഴാണെങ്കിലോ ഗീതു ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വരും പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഉണ്ടാവണ്ട എന്നുണ്ടെങ്കിൽ ഗോവിന്ദേട്ടനെ തിരിച്ച് ഞങ്ങളിലേക്ക് തരേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് ഗീതു എന്നൊക്കെ പറയുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്. ഗീതു ആണെങ്കിൽ ഇതൊന്നും കേട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് വരുണും രാധികാമ്മയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഗീതു ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ആലോചിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. പിന്നെ ഗോവിന്ദിനെയും അയ്യപ്പേട്ടനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദാണെങ്കിലോ രാധികാമ്മയോട് ദേഷ്യത്തിൽ സംസാരിക്കേണ്ടി വന്ന് വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അയ്യപ്പേട്ടൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്, എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ വിഷമിക്കണേ, സ്വന്തം പെറ്റമ്മയെ 10-25 വർഷം നിന്നിൽ നിന്ന് അകറ്റിയതല്ലേ അവർ, അത്രയ്ക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എത്ര കാലം അവരുടെ സ്ഥാനം ഈ വീട്ടിലുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അയ്യപ്പേട്ട, അച്ഛൻ്റെ മരണത്തിനും അമ്മയുടെ തിരോധാനത്തിനും പിന്നിൽ ഒക്കെ ഈ രാധികാമ്മയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അയ്യപ്പേട്ട. അപ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട്, വിജയലക്ഷ്മി അമ്മയുടെ സംസാരം കേട്ടിട്ട് എനിക്കും എന്തൊക്കെയോ സംശയമുണ്ട് കണ്ണ, ഞാനും എൻ്റെ രീതിക്ക് അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയ കുഞ്ഞിനോട് ഞാൻ പറയാം എന്നൊക്കെ അയ്യപ്പേട്ടനും പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ രാധികാമ്മയും വരുണും പുറത്തു പോകാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് നിന്ന് ഗോവിന്ദും അയ്യപ്പനും സംസാരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ രാധികാമ്മ ഒരു നമ്പർ ഇടുകയാണ്, നമുക്ക് വേഗം വാ വരുൺ, നമുക്ക് മെഡിക്കൽ ചെക്കപ്പിന് പോകാൻ സമയമായി എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലോ എങ്ങോട്ടാ ഏതാ എന്നൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. രാധികാമ്മ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എന്നും രാധികാമ്മയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ആണല്ലോ, രണ്ടുപേരും എന്നും എടുത്തൊരുങ്ങിയിട്ട് പോകുന്നത് കാണാം, ചോദിച്ചാൽ പറയും മെഡിക്കൽ ചെക്കപ്പാണെന്ന്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സ്പെഷ്യലിസ്റ്റിൻ്റെ മരുന്ന് ഉടനെ തന്നെ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗീതു വരുമ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, രാധികാമ്മയെ നീയും എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഡോസ് കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിനക്കൊരു അവസരം തന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോയത്, നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും ഡോസ് കൊടുത്തിട്ടുണ്ടാവും കുഞ്ഞെ, അതുകൊണ്ടാണ് പ്രഷർ കൂടിയിട്ടാണ് രാധികാമ്മ മെഡിക്കൽ ചെക്കപ്പിന് പോയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അയ്യപ്പേട്ടൻ പോയതിന് ശേഷം ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, രാധികാമ്മയ്ക്ക് കൊടുക്കേണ്ട ഡോസ് ശരിക്കും എൻ്റെ നാവിൻ തുമ്പത്തുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ എനിക്കത് അവരോട് പറയാൻ കഴിയാഞ്ഞത്, കണ്ണേട്ടനോട് ചിലത് കാര്യങ്ങൾ മറയ്ക്കുന്നത് കുറ്റബോധം ശരിക്കും എന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗീതു ഗോവിന്ദനെ നോക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് വരുണും രാധികാമ്മയും ഭാസ്കരൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സീൻസാണ്. അതിൽ വരുൺ പറയുന്നുണ്ട് ബാക്കി പണം കൂടി നൽകിയിട്ട് ചേതൻ ഗ്രൂപ്പ് സ്വന്തമാക്കാനുള്ള പ്രഷർ സുവർണയ്ക്ക് മേത്തിൽ ഉണ്ട്, അത് പറഞ്ഞ് സുവർണ നിരന്തരം എന്നെ വിളിക്കാറുണ്ട് എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് അതെ, അതിനി വെച്ച് വൈകിപ്പിക്കേണ്ട, നമുക്ക് ഉടനെ തന്നെ നടത്തണം, ബാക്കി 90 കോടി രൂപയും കൂടിയും ആ മാർഗഴി ഉപയോഗിച്ച് നമുക്ക് വേഗം വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട് അതിൻ്റെ പകുതി അവൾക്ക് തന്നെ കൊടുക്കണ്ടേ, അതാണ് എൻ്റെ വിഷമം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രാധികാമ്മ പറയുന്നുണ്ട് എനിക്കും വിഷമമുണ്ട്, എൻ്റെ കണ്ണൻ അധ്വാനിച്ചുണ്ടാക്കിയ കമ്പനിയാണ് നമ്മളിങ്ങനെ വിൽക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് രാധികയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ കമ്പനി കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈ ഡീല് ഇവിടെ വെച്ച് നിർത്താം, നമ്മൾ പൈസ വാങ്ങാതിരുന്നാൽ പോരെ, എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട, അത് കമ്പനി ഇപ്പോൾ ഗീതുവിൻ്റെ പേരിലാണല്ലോ, നമ്മൾ അവളെയാണല്ലോ ചതിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് സാരമില്ല, നമുക്ക് ഡീല് മുടക്കണ്ട എന്നൊക്കെ രാധികമ്മ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് അനാർക്കലി വിളിക്കുന്നുണ്ട്. അനാർക്കലി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഭാസ്കരൻ പറയുന്നുണ്ട് ആ അനാർക്കലി രാധികയും വരുണും ഇവിടെ ഉണ്ട്, എപ്പോഴാണ് നീ വരണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് എന്താ കാര്യം, മാർഗഴി ഇവിടെ ഒന്നും കാണാനില്ല, അവൾ എവിടേക്കാണ് പോയെന്ന് അറിയണില്ല എന്ന് പറയുന്നുണ്ട്. ആരെയും പിടിച്ച് പറിക്കാനോ പോക്കറ്റ് അടിക്കാനോ പോയി കാണുമോ എന്നൊക്കെയാണ് എൻ്റെ പേടി എന്ന് അനാർക്കലി പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഇഷ്ടംപോലെ കാശുള്ള സ്ഥിതിക്ക് ഇനി അവളെ പോവില്ല എന്ന് പറയുന്നുണ്ട്. വേഗം അന്വേഷിക്കുക എല്ലാവരും, ആ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും കണ്ണിൽ പെടുന്നതിന് മുന്നേ അവളെ വീട്ടിൽ കൊണ്ടുവരണം എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട് അവളെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം കിട്ടി ആൻറ്റിയോട് പറയാം എന്ന് പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഭാസ്കരൻ പറയുന്നുണ്ട് ഗീതുവിൻ്റെ അച്ഛനാണോ അവളുടെ അച്ഛൻ എന്നുള്ള സംശയം അവൾക്കുണ്ട്, അതുകൊണ്ട് ഭദ്രനെ തേടിയിട്ടാവും എന്നും പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട് നമ്മളെ അറിയിക്കാതെ ഭദ്രനെ കാണാൻ പോയി അവളുടെ അണപ്പല്ല് ഞാൻ അടിച്ച് താഴെ ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് മോനെ. അപ്പോൾ വരും പറയുന്നുണ്ട് അച്ഛൻ പേടിക്കണ്ട, ഞാൻ അവളൊന്നും ചെയ്യില്ല. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ആ പേടിയൊന്നും എനിക്കില്ല, അവൾക്ക് പലതരം അഭ്യാസങ്ങൾ അറിയാം, എൻ്റെ കർമ്മം ചെയ്യാനെങ്കിലും നിന്നെ ബാക്കി വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് ഭാസ്കരേട്ടൻ പേടിക്കണ്ട, ഈ വിവരം കിട്ടവനെ തനിച്ച് ഞാൻ പറഞ്ഞയക്കില്ല, ഞാനും പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ്, നീയും പോവും രാധിക എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പറഞ്ഞയക്കുകയാണ് മാർഗഴിയെ തിരയാൻ വേണ്ടിയിട്ട്. ഭാസ്കരൻ സംശയിച്ച പോലെ തന്നെ മാർഗഴി അവളുടെ അച്ഛനെ തിരഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭദ്രനാണെങ്കിലോ റോട്ടിലാണ് നിൽക്കുന്നത്, റോട്ടിൽ ഒരാളുമായി സംസാരിച്ച് നിൽക്കുന്നത് മാർഗഴി കാണുന്നുണ്ട്. ഭദ്രനെ കണ്ട മാർഗഴി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ തന്നെയാണ് എൻ്റെ അച്ഛൻ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗീതു എൻ്റെ കൂടപ്പിറപ്പാവുമല്ലോ, ആദ്യം ഇയാളെൻ്റെ അച്ഛൻ തന്നെ ആണോ എന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ വിനോദ് രേഷ്മയോട് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. രേഷ്മയോട് പറയുന്നുണ്ട് രേഷ്മ എനിക്കിപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല, ചേച്ചി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വരാം. അപ്പോഴത്തേക്കും ഗീതു അങ്ങോട്ട് വന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട് വിനോദ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വിനോദ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഗീതു മാർഗഴി അവനെ തല്ലിയത് ഗീതു ആണെന്നാണല്ലോ അവൻ വിചാരിച്ചിരിക്കുന്നത്, അതുകൊണ്ടും വിനോദ് ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. അയ്യോ ചേച്ചി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇനി പ്രിയയും കുഞ്ഞിനെ നന്നായി നോക്കിക്കോളാം, അവരില്ലാത്തൊരു രോഗം എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്നത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിക്കുന്നത്, ഞാൻ എന്താ നിന്നെ ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ചേച്ചിയല്ലേ എന്നാ എന്നെ നല്ല രീതിക്ക് തല്ലിയേ, ഒന്നും ചേച്ചിക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് വീട്ടിലേക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, സെക്കൻഡ് വീട്ടിലേക്ക് വന്നത് എനിക്ക് ഓർമ്മയില്ല വിനോദേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നത് ചേച്ചി ഷിബുവിൻ്റെ കാറിൽ തന്നെയാണ് വന്നത്, എന്നിട്ട് ഷിബുവിനെ പറഞ്ഞു വിടുകയും ചെയ്തു, ചേച്ചിക്ക് ഇതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലടാ എന്ന് പറയുന്നത് ഗീതു. അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഷർട്ട് ഊരിട്ട് ചേച്ചി കല്ലച്ച ഭാഗങ്ങൾ കാണിച്ചു തരാം, അപ്പോഴെങ്കിലും ചേച്ചിക്ക് ഓർമ്മ വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ഒന്നും മനസ്സിലാവാതെ അവിടെ നിന്ന് പോവുകയാണ്. ഗീതു ആണോ ചെയ്തതെന്ന് അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദം വിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.